നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏൽക്കുങ്കേക്കട്ടെ, ഇല്ലെങ്കിൽ കൊല്ലട്ടെ. കുഞ്ഞാ മൈഥിലിയുടെ മുറി കിടന്ന് ഉറങ്ങാൻ മുത്തശ്ശി. ആ വൃത്തികെട്ടവളുടെ മുറി കൊണ്ടുചെന്ന് നമ്മുടെ കുഞ്ഞിനെ കിടത്തിയത് എന്തിനാ മോളെ? നീയും എന്റെ ആങ്ങളെയും കൂടി നടത്തുന്നത് ഒത്തുകളി നാടകമാണെന്ന് എനിക്ക് പണ്ടേ പിടികിട്ടിയതാ. അതവിടെ നിക്കട്ടെ, അവൻ വെറുതെ വന്നതാണല്ലേ? അതെ അതെ, അവനെ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വന്നപ്പോ വെറുതെ ഒരു ലോഹത്തിന് എന്നെ കാണാൻ കയറിയതാ. ലോഹ്യം കയറിയത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞങ്ങള് ഒന്നോ രണ്ടോ വാക്കുകൾ പരസ്പരം സംസാരിച്ചു. ഒരു മിനിറ്റിനകം കോൺവെർസേഷൻ തീർന്നു. ആ കോൺവെർസേഷൻ മൊത്തം ഞാൻ കേട്ടു. മൊത്തം കേട്ടോ? മൊത്തം കേട്ടു. കേക്കണ്ടായിരുന്നു. കേട്ടുപോയി. നിനക്ക് ഇങ്ങനെ ഒരു കഷ്ടകാലം വരുന്നേ ഞാൻ അറിഞ്ഞില്ല. കുഞ്ഞമ്മ ഇത് ചെമ്പകമംഗലത്ത് പറയൂ? പറയണോ? അയ്യോ പറയരുത്. ഞാനത് പറയാതിരുന്ന നീ എനിക്ക് എന്ത് തരും? എന്റെ ആങ്ങളൊരു ഫ്രോഡാ, നീ ഒരു ഇന്റർനാഷണൽ ഫ്രോഡും. രണ്ട് ഫ്രോഡുകൾ കൂടി ചെയ്യുന്ന ഈ കൃത്യം ആരോടും പറയാതിരുന്ന എനിക്കെന്ത് ചെയ്യൂന്ന്. ഓർക്കാപ്പുറത്ത് മൂന്നാമതൊരു ഫ്രോഡ് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്ത് ചെയ്യാൻ? അതാ ഞാൻ പറഞ്ഞത്, നിന്റെ കഷ്ടകാല സമയത്താണ് ഞാൻ വന്നതെന്ന്. എന്റെ ആങ്ങളെയും അവന്റെ ലിവിംഗ് ടുഗദർ പാർട്ട്ണറായ നീയും കൂടി ചെമ്പകമംഗലത്തെ ഉടവാൾ അടിച്ചെടുക്കുന്നതില് എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ ഉടവാള് ഈ മാലതി പണിക്കർക്ക് കൂടി അവകാശപ്പെട്ടതാ. അതെനിക്കറിയാം. നിനക്കറിയാമായിരുന്നെങ്കിലും ഞാൻ അതറിഞ്ഞില്ലെങ്കില് നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ കുഞ്ഞമ്മായി പറയുന്നേ? കോടിക്കണക്കിന് വില വരുന്ന വാള അത് വിറ്റ് കിട്ടുന്ന തുക 3 ഷെയർ ചെയ്യണം. അതിലൊരു ഷെയർ എനിക്കും കിട്ടണം. അല്ല, ഈ ഷെയർ ഒന്നും കുറച്ച് മയപ്പെടുത്തിക്കൂടെ? കട്ടെടുക്കുന്ന മുതലല്ലേ, എനിക്ക് 3 ഷെയർ കിട്ടണം. കുഞ്ഞമ്മായിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ തന്നല്ലേ പറ്റൂ. ശരി, തരാം. ഈ കച്ചവടത്തിലെ കുഞ്ഞമ്മായിയും പങ്കുകാരിയായി ചേർത്തിരിക്കുന്നു. ഉടവാളിരിക്കുന്ന മുറിയുടെ താക്കോലല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? അതെ, അത് ഞാൻ കാണിച്ചുതരാം. പ്രോമിസ്? പ്രോമിസ്. കാര്യല്ലേ? ഉറങ്ങന്റെ പൊന്നെ, ഉറങ്ങാതിങ്ങനെ കണ്ണു മിഴിച്ചിരിക്കല്ലേ. എന്താണ് ചക്കരെ? അമ്മ ഒരു പാട്ട് പാടിത്തന്നാ ഉറങ്ങോ? ഉറങ്ങുമല്ലേ? പാടിത്തരാവേ. ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ. ഞാൻ പ്രസവിച്ചതാണെങ്കിലും ഈ കുഞ്ഞു മഹാത്തരിയുടെ അങ്ങനെയൊന്നും അവൾ ഉറങ്ങത്തില്ല. ഇതാണ് പറ്റിയ അവസരം. ഈ തക്ക നോക്കി അത് കൈക്കലാക്കണം. നിലവറയുടെ താക്കോൽ ഇവളുടെ കയ്യിൽ തന്നെയാ. ഇവളാണല്ലോ ചെമ്പകമംഗലത്തിന്റെ അടുത്ത അവകാശി.
ഇവിടെ താക്കോലത്ത് എവിടെയാ വെച്ചിരിക്കുന്നത്? അത് ഐഡിയ. ഇവിടെ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടാക്കാം. മോളെ മീനാക്ഷി, കുഞ്ഞെവിടെയാ മോളെ? പെട്ടു. ഞാൻ ഇവരുടെ വായി തന്നെ ചെന്ന് വീണു. എന്ത് ചെയ്യും ഈശ്വര? ചോദിച്ചത് കേട്ടില്ലേ കുഞ്ഞെവിടെയെന്ന്? ശ്ശോ. ഒരു പണി ചെയ്യാം. ഏൽക്കെങ്കിൽ ഏൽക്കട്ടെ, ഇല്ലെങ്കിൽ കൊല്ലട്ടെ. കുഞ്ഞ് മൈഥിലിയുടെ മുറി കിടന്ന് ഉറങ്ങാൻ മുത്തശ്ശി. ആ വൃത്തികെട്ടവളുടെ മുറി കൊണ്ടുചെന്ന് നമ്മുടെ കുഞ്ഞിനെ കിടത്തിയത് എന്തിനാ മോളെ? അവള് പിശാജ്, ചോര കുടിക്കുന്ന പിശാജ്. എന്നാ ഞാൻ നിങ്ങളുടെ ചോര ആദ്യം കുടിക്കാം. നീ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് നിന്റെ അടുത്ത് കിടത്ത്. ആ നെറുകെട്ടവളുടെ അടുത്ത് കുഞ്ഞിനെ കിടത്തരുത്. ആ ശരി മുത്തശ്ശി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.